നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ പുറത്തിറക്കിയിട്ടുള്ള സപ്ലൈ കോഡിൻ്റെ 5th അമെൻമെൻറ്റിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു അമെൻമെൻറ്റ് പുറത്തിറങ്ങിയിട്ടുള്ളത് 26 ജൂലൈ 2024, അതായത് കഴിഞ്ഞ മാസം അവസാനത്തോടു കൂടിയാണ് ഈ ഒരു അമെൻമെൻറ്റ് പുറത്തിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ലൈവ് സെക്ഷനുകളിലൊക്കെ നമ്മൾ ഈ ഒരു അമെൻമെൻറ്റ് പുറത്തിറങ്ങിയതിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുകയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അമെൻമെൻറ്റിലൂടെ നമുക്ക് ഇലക്ട്രിക്കൽ സപ്ലൈ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെഗുലേഷൻസും നിയമത്തിൽ വരുത്തിയിട്ടുള്ള ഭേദഗതികളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇതിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുള്ള, അതായത് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ റെഗുലേഷൻസ് ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതുമായിട്ടുള്ള ടോപ്പിക്ക് നമ്മൾ പ്രത്യേകം എടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇന്നിപ്പോൾ പലരും ഇലക്ട്രിക് വെഹിക്കിളുകൾ വാങ്ങുന്നുണ്ട്, വീടുകളിൽ ചാർജിങ് സ്റ്റേഷനുകളൊക്കെ സ്ഥാപിക്കുന്നുണ്ട്. വീട് പണിയുമ്പോൾ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പോയിന്റും പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്തരക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഒരു അമെൻമെൻറ്റിലൂടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു വീട്ടിൽ എത്രത്തോളം നമുക്ക് വലിയ ചാർജറുകൾ സ്ഥാപിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എത്ര വരെയുള്ള ചാർജറുകൾ നമുക്ക് വീട്ടിൽ ഉപയോഗിച്ച് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകളോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളിലോ ഒക്കെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നീ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു അമെൻമെൻറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെയാണ്, പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിനെപ്പറ്റിയാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു അമെൻമെൻറ്റിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പല കാര്യങ്ങൾ ഇലക്ട്രിക്കൽ സപ്ലൈ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഞാനീ പറഞ്ഞ പർട്ടിക്കുലർ ഈ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്ക് ഈ ഒരു അമെൻമെൻറ്റിൻ്റെ 24ാമത്തെ പേജിൽ 39ാമത്തെ പോയിൻ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 90A എന്നുള്ള രീതിക്ക് ഇൻസ്റ്റലേഷൻ ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ ഇൻ ഡൊമസ്റ്റിക് ആൻഡ് മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് എന്നുള്ള രീതിക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനും മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകളുള്ളവർക്കും ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വിവരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഒരു 5 പോയിൻ്റായിട്ട് ഇവർ സെപ്പറേറ്റ് ആയിട്ട് തരം തിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പോയിൻ്റായിട്ട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും, അതായത് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ, രണ്ടാമത്തത് പർട്ടിക്കുലർലി ഡൊമസ്റ്റിക്, അതായത് ഒരു വീട്ടിലേക്ക് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് ചെയ്യുമ്പോൾ ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള രീതിക്കാണ് പറയുന്നത്. മൂന്നാമതായിട്ടും നാലാമതായിട്ടും പറയുന്നത് മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകളെ പറ്റിയും, പിന്നെ അഞ്ചാമതായിട്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ളതായിട്ടുമാണ്. അപ്പോൾ ഇത്തരത്തിൽ 5 പോയിന്റുകളായിട്ടാണ് ഇവരിതിനെ തരം തിരിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ പ്രധാനമായും പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇതിൻ്റെ സൈസുകളെ പറ്റിയാണ്. അതായത് ഒരു ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ചാർജിങ് സ്റ്റേഷൻ്റെ സൈസിനെ പറ്റിയാണ്. അപ്പോൾ നോർമലായിട്ട് ഒരു ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ചാർജിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 3.3 കിലോവാട്ട് വരെ അദ്ദേഹത്തിന് യൂസ് ചെയ്യാം. അത് സിംഗിൾ ഫേസ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു സിംഗിൾ ഫേസ് സപ്ലൈ ഉള്ള ഒരു വീട്ടിൽ 3.3 കിലോവാട്ട് വരെയുള്ള ചാർജിങ് സ്റ്റേഷനുകൾ അവർക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. ഇനി 3.3 കിലോവാട്ടിന് മുകളിലാണെങ്കിലോ അത് നമ്മൾ തീർച്ചയായിട്ടും അവിടെ 3 ഫേസിൽ മാത്രമേ കണക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അവിടെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യമാണ്, നമ്മൾ ഇനിയിപ്പോൾ ഇവിടേക്ക് നമ്മുടെ ചാർജിങ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിക്കുന്ന സമയത്ത് അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റി 50% മുകളിലാണ്, ടോട്ടൽ കപ്പാസിറ്റിയുടെ 30% മുകളിൽ ഒരിക്കലും ആകാനായിട്ട് പാടില്ല എന്നും പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് എല്ലാ ചാർജിങ് സ്റ്റേഷനുകളും ഒരു ഹാർമോണിക് ഫിൽറ്റർ കാണാം. ഏതൊരു ചാർജർ നമ്മൾ ഉപയോഗിച്ചാലും ശരി, അതായത് സിംഗിൾ ഫേസിൽ ഉപയോഗിക്കുന്നതാണെങ്കിലും 3 ഫേസിൽ ഉപയോഗിക്കുന്നതാണെങ്കിലും അവിടെ നമ്മളൊരു ഹാർമോണിക് ഫിൽറ്റർ ഉള്ള ഒരു ചാർജർ മാത്രമേ ഉപയോഗിക്കുവാനായിട്ട് പാടുള്ളൂ. കാരണം തിരിച്ച് യാതൊരു തരത്തിലുള്ള ഹാർമോണിക്സും നമ്മുടെ പവർ സിസ്റ്റത്തിലേക്ക് ഫീഡ് ചെയ്യാതിരിക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ പറയുന്നൊരു കാര്യമാണ്, ഇനി നമ്മൾ ഒരു വീട്ടിലേക്ക് ഒരു ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ചാർജിങ് സോക്കറ്റ് സ്ഥാപിച്ചു എന്ന് വിചാരിക്കുക. നമ്മൾ അങ്ങനെ ഒരു സോക്കറ്റ് സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫിനിഷ്ഡ് ഫ്ലോർ ലെവലിൽ നിന്നും 800 mm, അതായത് 800 മില്ലിമീറ്റർ ഉയരത്തിൽ മാത്രമേ സ്ഥാപിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇനിയിപ്പോൾ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷനും അതുപോലെ തന്നെ നമ്മുടെ ചാർജിങ് പോയിന്റും ഇത് തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരിക്കലും 5 മീറ്ററിന് കൂടുതലും ആകാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒന്നാമത്തെ പോയിന്റിൽ ഇവർ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റായിട്ട് പറയുന്നത് നമ്മളുടെ ഡൊമസ്റ്റിക്, അതായത് വീടുകളിലേക്കുള്ള ആവശ്യത്തിനായിട്ട് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ചാർജറോ അല്ലെങ്കിൽ ചാർജിങ് സ്റ്റേഷനോ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്.
എന്നുള്ളതാണ്. അതായത് ഒരു ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 8 കിലോ വാട്ടിന് മുകളിലുള്ള ചാർജറുകൾ ഒന്നും തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അതായത് ഒരു ചാർജറിംഗ് പോയിന്റ് നമ്മൾ സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 8 കിലോ വാട്ട് വരെ ഉള്ളതേ പാടുള്ളൂ. അതിന് മുകളിലുള്ളത് ഒരിക്കലും നമ്മൾ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കില്ല. ഇനിയും അങ്ങനെ 8 കിലോ വാട്ട് ആണെങ്കിൽ പോലും അതിന് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ 8 കിലോ വാട്ടിൻ്റെ ചാർജർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അപ്രൂവ്ഡ് ആയിട്ടുള്ള ടോട്ടൽ കപ്പാസിറ്റി ലോഡിൻ്റെ 50% മുകളിൽ ഒരിക്കലും ആകാൻ പാടില്ല. അതായത് നമുക്ക് എത്ര ലോഡാണോ അപ്രൂവ്ഡ് ആയിട്ടുള്ളത് അതിൻ്റെ ശതമാനത്തിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാർജർ നമ്മൾ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കില്ല. ഇനി അങ്ങനെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു അൺഓതറൈസ്ഡ് ലോഡായിട്ട് കണക്കാക്കുകയും അത് പിന്നീട് പിടിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള നിയമപ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും. ഇനി അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് 50% മുകളിലേക്ക് പോയി എന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കൺസേൺ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലോഡ് എൻഹാൻസ്മെൻറ്റിന് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അവർ ഒന്ന് കൃത്യമായിട്ട് മെഷർ ചെയ്ത് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോഡ് എൻഹാൻസ്മെൻറ്റിലൂടെ നമുക്ക് ചാർജർ കണക്ട് ചെയ്യാം. ഇനി അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ രാത്രിയിൽ, അതായത് വൈകുന്നേരം 6 മണി മുതൽ 11 മണി വരെയുള്ള സമയത്ത് ഈ ഒരു ചാർജർ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം അത് പീക്ക് അവേഴ്സ് ആയതുകൊണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമാണ് പ്രത്യേകമായിട്ട് നമ്മുടെ വീടുകളിലേക്കൊക്കെ ഇത്തരത്തിലുള്ള ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ചാർജറോ ചാർജിങ് സ്റ്റേഷനുകളോ ഒക്കെ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. ഇനിയും അടുത്തത് എന്ന് പറയുന്നത് മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്, അതായത് ഫ്ലാറ്റുകൾ പോലെയുള്ള പുതിയ ഫ്ലാറ്റുകളൊക്കെ പണിയുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ്. അതായത് ബിൽഡിംഗ് ഒരു പുതിയ ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് പണിയുന്നവർക്കും അതുപോലെ തന്നെ അതിൽ ഇൻഡിവിജ്വൽ താമസക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ നോർമൽ ഫ്ലാറ്റ് പോലൊക്കെ തന്നെ, അപ്പോൾ അതിൽ സെപ്പറേറ്റ് ആയിട്ട് ഓരോ വീടുകളിലേക്കും സെപ്പറേറ്റ് ആയിട്ടാണ് മീറ്ററുകൾ സ്ഥാപിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അത്തരക്കാർക്ക് അവരുടെ പാർക്കിംഗ് സ്ലോട്ടിലേക്ക് ഒരു ചാർജിങ് പോയിന്റ് കൊണ്ടുപോകാൻ സാധിക്കും അവരുടെ മീറ്ററിന് ശേഷം. അതായത് അതിൻ്റെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 5 വീടുകളുണ്ട് എന്നൊന്ന് വിചാരിക്കുക. ഇവർ ഈ 5 വീട്ടിലേക്കും സെപ്പറേറ്റ് ആണ് നമ്മളുടെ മീറ്റർ സ്ഥാപിച്ച് നേരെ സർവീസ് വയർ മീറ്റർ വന്ന് വീടിൻ്റെ അകത്തേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ മീറ്ററിൻ്റെ ഔട്ട് വരുന്നിടത്തു നിന്നും നമുക്ക് നോർമലി എടുക്കുന്ന ഒരു ചാർജിങ് പോയിന്റ് എടുത്തുകൊണ്ട് നമ്മുടെ പാർക്കിംഗ് സ്ലോട്ട് എവിടെയാണോ അതിൻ്റെ അടുത്ത് വരെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി അവർക്ക് അവിടെ ഇത് പുതുതായിട്ടൊരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് പണിയുമ്പോഴാണ് ഇനിയും അത്തരത്തിലുള്ള മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകളുടെ ഒരു കോംപ്ലക്സിൻ്റെ അകത്ത് ഇവർക്കൊരു ഫാസ്റ്റ് ചാർജർ സ്ഥാപിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു കോമൺ പോയിന്റിൽ മാത്രമേ ഇവർക്ക് ഫാസ്റ്റ് ചാർജർ സ്ഥാപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഒരു ഫാസ്റ്റ് ചാർജറിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് ഈ ഒരു വെൽഫെയർ അസോസിയേഷനൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്പ് ത്രൂ മാത്രമേ സാധിക്കുകയുള്ളൂ. അതായത് കോമൺ ആയിട്ട് മാത്രമേ ഫാസ്റ്റ് ചാർജർ അവിടെ വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഇൻഡിവിജ്വൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഓരോ വീട്ടിലും സെപ്പറേറ്റ് മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ആ മീറ്ററിൻ്റെ ഔട്ടിൽ നിന്നും ഇവരുടെ പാർക്കിംഗ് സ്ലോട്ട് വരെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നും പറയുന്നുണ്ട്. ഇനിയും ഈ കേസിൽ തന്നെ, അതായത് മൾട്ടി സ്റ്റോറി പുതിയൊരു ബിൽഡിംഗ് ആണ്, അവിടെ നമ്മൾ റൈസ് മെയിൻസ് ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ കൺസീൽഡ് ആയിട്ടാണ് ഈ ഒരു ഇൻകമിങ് സപ്ലൈസ് ഒക്കെ വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം ഏരിയകളിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ വീടിൽ നിന്നും പാർക്കിംഗ് സ്ലോട്ടിലേക്ക് ഇങ്ങനെ സപ്ലൈ കൊണ്ടുപോയി കൊടുക്കുവാനായിട്ട് സാധിക്കില്ല. അങ്ങനെ റൈസ് മെയിൻ ഉള്ള ഏരിയാസിലൊക്കെ അത്തരത്തിലുള്ള മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകൾക്കും ആ ഒരു കോംപ്ലക്സിൻ്റെ അകത്തും നമ്മളുടെ കോമൺ ആയിട്ടുള്ള ഏരിയകളിൽ മാത്രമേ സ്ലോട്ടുകൾ അവൈലബിൾ ആയിട്ട് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുതന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഡിസൈഡായിട്ടുള്ള ആ ഒരു വെൽഫെയർ അസോസിയേഷനൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു ഫോണിൻ്റെ ആപ്പ് ത്രൂ മാത്രമേ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് പുതിയതായിട്ട് ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് പണിയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നിയമം എന്ന് പറയുന്നത്. ഇനി അടുത്തതായി പറയുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടൊരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ഉണ്ടെങ്കിൽ, 4ാമത്തെ പോയിൻ്റായിട്ട് അതാണ് പറയുന്നത്. എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ഉള്ളവർക്ക് പാർക്കിങ്ങിലേക്ക് നമുക്കൊരിക്കലും ഇത്തരത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അത്തരക്കാർക്ക് കോമൺ ആയിട്ടുള്ള സപ്ലൈയിൽ നിന്നും കോമൺ ആയിട്ടുള്ള ഒരു മീറ്ററിൽ നിന്നും കോമൺ ആയിട്ട് തന്നെ ഉള്ള ഏരിയയിലേക്ക് മാത്രമേ ചാർജിങ് സ്ലോട്ടുകൾ സ്ഥാപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു മൊബൈൽ ആപ്പ് ത്രൂ, അതായത് നമ്മുടെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ 3ാമത്തെ പോയിന്റിൽ പറയുന്നത് പോലെ തന്നെ നമ്മുടെ വെൽഫെയർ അസോസിയേഷൻസ് ഒക്കെ മാനേജ് ചെയ്യുന്ന ഒരു മൊബൈൽ ആപ്പ് ത്രൂ മാത്രമേ ചെയ്യുവാനായിട്ട് സാധിക്കുള്ളൂ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 4 പോയിന്റുകളാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതിൽ 1ാമത്തെ പോയിന്റായിട്ട് ഇവർ പറയുന്ന കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, 2ാമത്തെ പോയിന്റിൽ ഒരു വീടുകളിലേക്ക് ഒരു ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. 3ാമതായിട്ട് പുതിയതായിട്ട് ഒരു മൾട്ടി സ്റ്റോറിങ് ഫ്ലാറ്റുകൾ, മൾട്ടി ഒക്യുപ്പൻസ് ഉള്ള ഒരു ഏരിയയിലേക്ക്
ചാർജിങ് പോയിന്റുകളും സോക്കറ്റുകളും സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, നാലാമതായിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് മൾട്ടി സ്റ്റോറി അല്ലെങ്കിൽ മൾട്ടി ഓക്യുപ്പൻസ് ഉള്ള ഒരു ഏരിയയിലേക്ക് ഒരു കോംപ്ലക്സിലേക്ക് ചാർജിങ് സോക്കറ്റ് സ്ഥാപിക്കുന്നതുമായിട്ടുള്ള കാര്യമാണ്. ഇനി അഞ്ചാമതായി പറയുന്ന ഈ പറഞ്ഞതിൻ്റെ അകത്ത് ഒന്നും പെടാത്തതാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും കൺസേൺഡ് അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അവർ കൃത്യമായിട്ട് അതിൻ്റെ നിയമവശങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി അവരുടെ ഒരു ഗൈഡൻസ് പ്രകാരം മാത്രമേ നമുക്ക് ഈ ഒരു ചാർജിങ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ഫാസ്റ്റ് ചാർജറാണ് സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ അതിനും നമ്മൾ കൺസേൺ എന്തൊക്കെയാണ് ഫാസ്റ്റ് ചാർജർ സ്ഥാപിക്കുന്ന സമയത്ത് എന്തെല്ലാം കൊമേഴ്ഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കരുതലായിട്ട് എടുക്കണം, എന്തെല്ലാം അപ്രൂവൽ മേടിക്കണം, അതെല്ലാം തന്നെ ചെയ്യണം എന്നും പറയുന്നു. അപ്പോൾ ഈ ഒരു റെഗുലേഷൻസിൻ്റെ, അതായത് നമ്മുടെ ഈ അമെൻമെൻറ്റിൻ്റെ ഒരു കോപ്പിയുടെ ഒരു ലിങ്ക് നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ, ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റിൻ്റെ ഫസ്റ്റ് കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങൾക്ക് അത് വായിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ സപ്ലൈ റിലേറ്റഡ് ആയിട്ടുള്ള സപ്ലൈ കോഡിൽ റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇതിൽ വിവരിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് വായിച്ചു നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായവും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക.